ഹക്കീം അസ്ഹരി വന്നത് കൊണ്ട് എനിക്ക് വലിയ സന്തോഷമായി. കാരണം നിങ്ങൾ നേരത്തെ ഇവിടെ വാത് കേൾക്കാൻ വേണ്ടി വന്ന് മഴയൊക്കെ പെയ്ത് നിങ്ങൾക്ക് വാത് ഏതായിരുന്നാലും 1.5 മണിക്കൂർ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ പിന്നെ നേരത്തെ എത്തേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ SYSന്റെ ജില്ലാ ക്യാമ്പിൽ പങ്കെടുക്കൽ അനിവാര്യമായതുകൊണ്ട് അവിടെ പങ്കെടുത്ത് പിന്നെ നമ്മളെ റോഡും തിരക്കൊന്നും ഇപ്പോൾ പറയണ്ട, പഴയ കാലം പോലൊന്നല്ല. ഇപ്പോൾ ഇത്ര ഓടിയാൽ ഓട്ടുമ്പോൾ തിരക്കായിട്ട് ഓടാനും തന്നെ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതെത്താൻ വൈകിപ്പോയി. നമുക്ക് നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് വരുന്ന 4-ാം തീയതി കോഴിക്കോട്ട് വിപുലമായ ആദർശ സമ്മേളനം ഉണ്ട്. അതിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി എല്ലാ കാര്യങ്ങളും പറയാം. ഞങ്ങൾ നേരത്തെ തന്നെ SYSന്റെ സ്റ്റേറ്റ് കമ്മിറ്റി 4-5 സ്ഥലത്ത് ആദർശ സമ്മേളനം ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ തീരുമാനിച്ചതാണ്. അതിപ്പോൾ ഈ വരുന്ന 4-ാം തീയതി. അപ്പോൾ നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇവിടുന്നാണ് ഇതിന്റെ തുടക്കം എന്നാണ് എന്നോട് ഫضൽ തങ്ങൾ പറഞ്ഞത്. SYSന്റെ തുടക്കം ഇവിടെ ജിഫിരി ഹൗസിൽ നിന്ന്, ജിഫിരി തങ്ങളുടെ ഹദറത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആ സംഘടന വലിയ കറാമത്തുള്ള, വലിയ ബർക്കത്തുള്ള ഒരു സംഘടനയാണ്. അപ്പം അത് അല്ലാഹു തആല നമുക്ക് വളരെ നേരത്തെ തന്നെ പിന്നീട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു ഇങ്ങനെ തോന്നിപ്പിച്ചു തരലാണ്. അങ്ങനെയാണ് ഒക്ടോബർ 4-ാം തീയതി വളരെ നേരത്തെ തന്നെ പഠിച്ചവൻ തോന്നിപ്പിച്ചു തന്നു, അങ്ങനെ ഒരു പരിപാടി വേണം. ഇപ്പോഴത് വളരെ അത്യാവശ്യവും ആയി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് വിശദമായി ഇൻഷാ അല്ലാഹ് വിശദമായ വഅദ് അവിടെ വെച്ച് പറയാം. അത് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദും പൊന്മുള ഉസ്താദും എല്ലാ ആലിമീങ്ങളും പങ്കെടുത്തുകൊണ്ട് ഉള്ള സമ്മേളനം ആണ്. നിങ്ങൾ കോഴിക്കോട്ടുകാരായതുകൊണ്ട് നിങ്ങൾ അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സജീവമായി ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ആ കാര്യം ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അനുഗ്രഹം നൽകിയിട്ടുള്ള ആളുകളാണ് നമ്മൾ. അമേരിക്കയുടെ പ്രസിഡന്റിന് അല്ലാഹു തആല ഈമാൻ കൊടുത്തിട്ടില്ല, റഷ്യയുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നുവരെയുള്ള ഒറ്റ പ്രധാനമന്ത്രിക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മുന്തിയ സമ്പത്തായ ഈമാൻ അത് അല്ലാഹു തആല നമുക്ക് തന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എത്ര കൊല്ലം അൽഹംദുലില്ലാഹ് പറഞ്ഞാലും മതിയാവില്ല. ഈ ദുൽഖഅദ മാസത്തിൽ കേരളം അനുസ്മരിക്കുന്ന ഒരു വലിയ മഹാനാണ് കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. ഞാൻ മഹാനവറുകളെ മർക്കസിൽ പഠിക്കുന്ന കാലത്താണെന്ന് എൻ്റെ ഓർമ്മ കാണാൻ പോയി. ഇപ്പോൾ ഈ ഇരുന്ന സ്ഥലത്ത് നിന്ന് അൽഹംദുലില്ലാഹ് 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 അല്ലാത്ത വേറൊരു വർത്താനമില്ല. എല്ലാ സമയത്തും അൽഹംദുലില്ലാഹ്. ബാക്കി ദിക്റും സ്വലാത്തും ഖുർആനും കുത്തും നിസ്കരിക്കലൊക്കെ തുടങ്ങിയിട്ട് ബാക്കിയുള്ള ഒഴിവ് സമയം മുഴുവനും അൽഹംദുലില്ലാഹ് 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 അതിങ്ങനെ വർദ്ധിപ്പിക്കാൻ. കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യന് ചെയ്യേണ്ട സംഗതിയാണ് അള്ളാഹുവിനെ സ്തുതിക്കൽ. കാരണം അള്ളാഹു തആല നമ്മൾ മുഅ്മിനീങ്ങളാക്കിയില്ലേ, അള്ളാഹു തആല നമ്മളെ മുസ്ലിമീങ്ങളാക്കിയില്ലേ. ഇവിടെ വലിയ ഒരു രാജാവ്, ആ രാജാവ് കൊട്ടാരം, വലിയ കൊട്ടാരം, ഒരുപാട് കൊട്ടാരമുണ്ട്. അതുപോലെ തന്നെ വലിയ ഓരോരോ പ്ലെയിന്, അയാൾക്ക് സ്വന്തം പോകാനുള്ള പ്ലെയിന്, കിടക്കയും കട്ടിലും അതുപോലെ റൂമും മുഴുവൻ സൗകര്യമുള്ള റൂമുള്ള പ്ലെയിന്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു രാജാവ്. അങ്ങനത്തെ രാജാവ് അദ്ദേഹം മരണപ്പെട്ടുപോയി. ഏത് രാജാവാണ് മരിക്കാത്തത്? മരിച്ചുപോയി. മരിച്ചുപോയതിനു ശേഷം അദ്ദേഹത്തെ ഖബറിൽ കൊണ്ടുപോയി വെച്ചു. അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരം അടിച്ചുവാരുന്ന ഒരു ഭൃത്യനുണ്ട്, അല്ലെങ്കിൽ അടിച്ചുവാരുന്ന ഒരു സ്റ്റാഫുണ്ട്. ആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്ന് CMR ഒന്ന് ബൗൺസ് ചെയ്താലും അലിക്ക. ഇൻഷാ അല്ലാഹ് എല്ലാവരും വെയിറ്റ് ചെയ്യും.
നമ്മൾ നല്ലൊരു പ്രഭാഷണത്തിലേക്ക് കടക്കുക. എല്ലാവരും ഓക്കെ മൈക്ക് ഫ്രീ. قال إبراهيم التيمي رضي الله عنه إبراهيم التيمي رضي الله عنه പറഞ്ഞിട്ടുണ്ട് ما عرضت قومي قولي على عملي إلا خشيت أن أكون مكذبا. ഞാൻ എന്തെങ്കിലും ഒരു സംഗതി പറയുമ്പോ ഞാൻ എന്റെ പ്രവൃത്തിയായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കും. അങ്ങനെ തട്ടിച്ചു നോക്കിയിട്ട് ഞാൻ പേടിക്കുകയാണ്. എന്തിനാ പേടിക്കുന്നത്? അന്നക്കൂന മുക്കദ്ദബൻ, ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് ഇയാൾ പറയുന്നതിലേക്ക് വിശ്വാസമില്ല, പറയുന്നതിൽ വിശ്വാസമില്ല എന്ന് മനസ്സിലാക്കിയാൽ ഞാനൊരു കളവാക്കപ്പെടുന്ന ആളാവും. എല്ലാവരും എന്നെ കളവാക്കും. അങ്ങനത്തെ ഒരാളായി പോകുന്നതിന് ഞാൻ ഇങ്ങനെ പേടിച്ചുകൊണ്ട് എപ്പോഴും എന്റെ വാക്കുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കും എന്ന് ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു പറയാം. അത് പറഞ്ഞ ഉടനെ തന്നെ വേറൊരു താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാനിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അത് അദ്റത്തു സലാസീന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ 30 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും കുല്ലുഹും യഖാഫൂന നിഫാഖ്, എല്ലാവരും പേടിക്കുകയാണ് എന്റെ ഈമാൻ പോയിട്ട് ഞാൻ മുനാഫിഖായി പോകുമെന്ന് പേടിക്കുകയാണ്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിച്ച 30ഓളം സഹാബികൾ എല്ലാവർക്കും പേടി, എന്റെ ഈമാൻ പോയി പോവോ, ഞാൻ മുനാഫിഖായി പോവോ എന്ന പേടി അവർക്കെല്ലാവർക്കും പേടി. അവരാരും ഉറപ്പിച്ച് പറയുന്നില്ല ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഈമാന്റെ മുകളിലാണ്, മീകായിലിനെ പോലത്തെ ഈമാനാണ് എന്ന് പറയാൻ അവർക്ക് ആർക്കും ധൈര്യമില്ല. അവർ മുനാഫിഖായി പോകുന്നുള്ള പേടിയിലാണ് അവരൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഇമാം ബുഖാരി അവിടെ ഉദ്ധരിക്കുന്ന ഖാലൽ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ലാ യഖാഫുഹു ഇല്ലാ മുഅ്മിനുൻ ലാ യഅ്മുനുഹു ഇല്ലാ മുനാഫിഖുൻ. എന്റെ ഈമാൻ പോയി പോവോ എന്നുള്ള പേടി ഉണ്ടാകുക ഈമാനുള്ളവനിക്കാണ്. ഈമാനെ പറ്റി ഒരു പേടിയില്ലാത്തോ മുനാഫിഖാണ്. മുനാഫിക്കിന് ഒരു പേടിയില്ല, അവന്റെ ഈമാൻ പോയി പോകുന്ന ഒരു പേടിയില്ല. മറ്റുള്ളവരൊക്കെ എന്റെ ഈമാൻ പോയി പോവോ, ഞാൻ മുനാഫിഖായി പോകുന്നുള്ള പേടിയിലാണ് എന്ന് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ എടുത്ത് ഉദ്ധരിക്കുകയാണ്. നമ്മൾ എപ്പോഴും പേടിക്കേണ്ട സംഗതി എന്താ? നമ്മുടെ ഈമാൻ പോയി പോവോ എന്നുള്ള പേടിയാണ്. ഈമാൻ പോയി പോകാൻ കാരണമാകുന്ന ഒരു വിഷയത്തിൽ നമ്മൾ പോരുത്. മുനാഫിഖീങ്ങളുടെ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സംഭവിക്കുന്നുണ്ടോ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈമാൻ സലാമത്താക്കി തരട്ടെ. നമുക്ക് ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ എന്താ വേണ്ടത്? നമ്മൾ അല്ലാഹു തആല നമ്മളെ മുഴുവൻ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും അല്ലാഹു തആല പിടിച്ചെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാം. എന്താണ് സംഗതി? ഫോൺ ചെയ്യുന്നതാ. ഈ ഫോൺ ചെയ്യുന്നവർക്ക് സ്വന്തം തടി തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ. ഇന്നാളൊരു ദിവസം നോക്കുമ്പോ വണ്ടി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് വണ്ടി കയറ്റാൻ വേണ്ടി വന്ന ഒരാൾ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി വന്ന് തട്ടിയിട്ട് മരിച്ചു പോയി. അല്ലാഹു കാക്കട്ടെ. അവനാ ഈ ഫോണിലായിപ്പോ അയാൾ വണ്ടി വന്നിട്ട് അയാൾ വിവരം അറിഞ്ഞില്ല. അങ്ങനെ വണ്ടി വന്ന് തട്ടിയിട്ട് മരിച്ചു. ഈ ഫോണിലാണ്, കാരണം ശ്രദ്ധ വേറെ സ്ഥലത്ത്. അതുകൊണ്ടാണ് വണ്ടി ഓടിക്കുമ്പോൾ ഒന്നും ഫോൺ വിളിക്കാൻ പാടില്ല എന്ന് പോലീസുകാർ പറയുന്നത്. എന്നൊന്നും പോലീസുകാരോട് ചോദിച്ചും പിടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ ഓണത്തിനാ പറയുന്നത്. അപ്പൊ ഫോണിൽ നിന്ന് പിന്നെ വേറെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, ഏതാ സഹസൊന്നും ഏതാ സ്ഥലമൊന്നും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, ട്രെയിൻ വരുന്ന ഓർമ്മ ഉണ്ടാവില്ല, റെയിലാന്ന് ഓർമ്മ ഉണ്ടാവില്ല, റെയിൽവേ സ്റ്റേഷൻ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മള് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. ഈമാൻ എന്ന് പറയുന്നത് വലിയ സംഗതിയാണ്. അതിനേക്കാളും വലിയൊരു സംഗതി വേറില്ല. ബാക്കിയുള്ളതൊക്കെ എന്ത് വന്നാലും അതൊക്കെ മരണത്തോടെ പരിഹാരം. എത്ര വലിയ ക്യാൻസർ രോഗമായിരുന്നാലും അൾസർ രോഗമായാലും ട്യൂമർ രോഗമായിരുന്നാലും കുട്ടരോഗമായാലും അള്ളാഹു കാക്കട്ടെ, ഇങ്ങനത്തെ ഒരു രോഗവും അള്ളാഹു നമ്മൾപ്പെട്ട ആർക്കും നമ്മൾ ബന്ധപ്പെട്ടവർക്ക് അത് തരാതിരിക്കണം. പക്ഷെ അതൊക്കെ മരിക്കുന്നതോടുകൂടി പരിഹാരമാണ്. മരിച്ചാൽ പിന്നെ തീരാത്ത ഒരു രോഗമില്ല, എല്ലാ രോഗവും ശമനായി. ഇനി എത്ര പിടിച്ച് ഞെരിക്കം പിടിച്ച ഒരു മനുഷ്യനാണ്, എത്ര ചാരിത്രമുണ്ടെങ്കിലും മരിക്കുന്നതോടുകൂടി ഒരു പരിഹാരം. ഈമാനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരമായി. ഈമാനോടുകൂടെ മരിച്ചില്ലെങ്കിൽ എത്ര പണക്കാരനായാലും പരിഹാരമാവില്ല, എന്തായാലും പരിഹാരം ഉണ്ടാവും. ചില ആൾക്കാർ ഞെരിക്കം പിടിച്ചിട്ട് ആത്മഹത്യ ചെയ്ത് ചാകുന്ന ചില മനുഷ്യന്മാരുണ്ട്. എന്നോട് എന്നാൾ ഒരുത്തം പറഞ്ഞു, ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെല്ലുമ്പോഴേക്ക് ബിരിയാണി വെച്ച് കാത്തിട്ടുണ്ടെന്നാണ്. ഇവിടുന്ന് മരിച്ചിട്ടെങ്കിൽ നമുക്ക് അവരുടെ ബിരിയാണി വെച്ച് കാത്തതാ ഇവരെ, എന്ത് വിഡ്ഢി. അപ്പോ അത് മനുഷ്യന്റെ അവസാനത്തെ മരണത്തിന്റെ അവസാനവും ഏറ്റവും വലിയ തെറ്റും ചെയ്ത് മരിക്കുന്നവനാണ് ആത്മഹത്യ ചെയ്ത് മരിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ. ഏറ്റവും വലിയ തെറ്റും ചെയ്തിട്ട് മരിച്ചു തന്നെ അവനെ കാണുമ്പോൾ ആക്രമിച്ച് ചീത്തായും പറയാറാ. അപ്പൊ നമ്മൾ നല്ലതും ചെയ്ത് മരിക്കണം. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിക്കണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് പോവാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോവാണ്, എല്ലാ മഹാന്മാരെയും കാണാൻ പോവാണ്. നമ്മളിപ്പോ ജിഫിരി ഹൗസിൽ വന്നവരാ, ജിഫിരി തങ്ങളെ കാണാൻ പോവാണ്, അങ്ങനെ എല്ലാവരും കാണാൻ പോവാണ്. ആരും ഇല്ലാത്ത സന്തോഷ. നമുക്ക് മക്ബറയിൽ വരുമ്പോൾ തന്നെ സന്തോഷ. പിന്നെ മക്ബറുള്ള മഹാന്മാരെ കാണാനുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ സന്തോഷം. അപ്പൊ മഹാന്മാരെ കാണാൻ പോവാണെന്നുള്ള എനിക്ക് മരിക്കാൻ സാധിക്കും. അതല്ലേ
മഹാന്മാരിൽപ്പെട്ട ചില ആളുകൾക്ക് അത് അസ്രായീൽ വരുന്നു പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് പറഞ്ഞില്ലേ, ഇദന്നൽ ഖൽ അഹിബ്ബാ മുഹമ്മദൻ വസഹബാ ഇദന്നൽ ഖൽ അഹിബ്ബാ മുഹമ്മദൻ വഹിസ്ബാ. നാളെ മരിക്കൂന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് പാടിയതാ. അപ്പൊ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാ, സഹാബത്തിനെ കാണാ, റസൂലുള്ളാഹിന്റെ പാർട്ടിക്കാരെ കാണാ. അപ്പൊ അങ്ങനെയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് അള്ളാഹിന്റെ പൊരുത്തം കൊണ്ടും അള്ളാഹിന്റെ കറാമത്ത് കൊണ്ടും സന്തോഷവാർത്ത അറിയിക്കും. ബുഖാരിയിലെ ഹദീസാ. അപ്പൊ അത് നല്ല നിലക്ക് മരിക്കുന്നവരുടെ ഹാൽ അങ്ങനെയാണ്, അല്ലാതെ മരിക്കുന്നവന്റെ കാര്യം വലിയ ബേജാറാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഞമ്മക്ക് എപ്പോഴും ഒരു ഓർമ്മ വേണം. എന്താ ഓർമ്മ? നമ്മൾ പറയുന്ന ഒക്കെ എല്ലാ സംഗതിയും റെക്കോർഡാകുന്നുണ്ട്, എല്ലാ സംഗതികളും റെക്കോർഡാകുന്നുണ്ട്, എല്ലാ സംഗതികളും ക്യാമറയെ പിടിക്കുന്നുണ്ട്. ഏത് ക്യാമറ? ദുനിയാവിലുള്ള ക്യാമറ അല്ല. ഇപ്പൊ അടുത്തു ഒരു ചങ്ങാതിനെ ഞാൻ ഉപദേശിച്ചു. ഒറ്റ ഒരാളോട് ഞാൻ വേദറിഞ്ഞു. ഞാൻ അങ്ങനെ പലരോട് ഒറ്റ ഒരാളോട് വേദറിഞ്ഞു. ചിലരുടെ ധാരണ കുറെ ആളുണ്ടെങ്കിൽ ഇയാൾ പ്രസംഗിക്കുന്നു. എനിക്കങ്ങനൊന്നുമില്ല. എനിക്ക് ഒറ്റ ഒരുത്തരം കിട്ടിയാൽ പ്രസംഗിക്കും ഞാൻ. അങ്ങനെ ഞാൻ ജിദ്ദ എന്ന് ഒരുത്തനോട് പ്രസംഗിച്ചു. എത്ര മണിയാണല്ലോ? രാത്രി 10 മണി മുതൽക്ക് രാത്രി 2:30 മണി വരെ ഒറ്റ ഒരു മനുഷ്യനോട് ഞാൻ വേദറിഞ്ഞു. പക്ഷേ വേദ പറയുന്നതിന്റെ തുടക്കത്തിൽ ഞാൻ അവനോട് പറഞ്ഞു, രണ്ടാൾ വേറെയും കേൾക്കാണ്ട് അവരെന്നെ സാക്ഷികളായിട്ട് ഉത്തരിഞ്ഞതാണ്. ഞാൻ അവരോട് പറഞ്ഞ്, ഈ പാത്രം തുറന്നു പിടിക്കോ മോനെ എന്ന് ചോദിച്ചു. പാത്രം തുറന്നു പിടിക്കും. ഇവൻ എന്നോട് സംശയം ചോദിക്കാനാ വന്ന്, നീ പാത്രം നീ തുറന്നു പിടിക്കോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവന് മനസ്സിലായി, പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി. ആ തുറന്നു പിടിക്കാറില്ല. മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു പാത്ര. ആ പാത്രത്തിലേക്ക് കാതു എന്ന് പറയുന്ന ഉപകരണത്തിന്റെ ഉള്ളിൽ കൂടി നമ്മളിങ്ങനെ ചൊരിച്ചു കൊടുക്കുകയാണ്. എന്ത്? ഭക്ഷണവും വെള്ളവും മരുന്നും. അതൊക്കെ എന്താണ്? അത് ഇൽമ. ആ ഇൽമാകുന്ന ഭക്ഷണവും വെള്ളവും മരുന്നും. ഓരോ സ്ഥലത്തും ഓരോ നിലക്ക് ഭക്ഷണം വേണ്ടിക്ക് ഭക്ഷണം കൊടുത്താൽ മതി. അപ്പൊ ഞാൻ നാദാപുരത്ത് പ്രസംഗിച്ച്, സൂറത്തുൽ ലുഖ്മാൻ 7 ദിവസം പ്രസംഗിച്ച്. ഒരു സംഘടനന്റെയും പേര് പറഞ്ഞില്ല. അത് ഭക്ഷണം വിതരണം ചെയ്ത എല്ലാവർക്കും, ഭക്ഷണവും വെള്ളവും എല്ലാവർക്കും ആവശ്യമാണ്. അതേ സൂറത്തുൽ ലുഖ്മാന്റെ അവസാന ഭാഗം ഞാൻ 5 ദിവസം പ്രസംഗിച്ച് കുറ്റിയാടി. അത് വെറും ഭക്ഷണം മാത്രമല്ല, എൻ്റെ ഒരു മരുന്നുണ്ട്. കാരണം അവിടെ രോഗമുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് മരുന്നും കൂടിയാ കൊടുത്ത്. ആവശ്യത്തിനനുസരിച്ചാൽ കൂടെ എല്ലാവരുടെയും മരുന്ന് കൊടുക്കേണ്ടിയില്ല. അതുപോലെ തന്നെ എപ്പോഴും മരുന്ന് കൊടുക്കേണ്ടിയില്ല. മരുന്ന് ആവശ്യത്തിന് കൊടുത്താൽ മതി, ആവശ്യമുള്ള സ്ഥലത്ത്. ഭക്ഷണം അങ്ങനല്ല, ഭക്ഷണം എപ്പോഴും എല്ലാവർക്കും കൊടുക്കണം. അപ്പോ ഇവനോട് ഞാൻ ചോദിച്ചു, നീ പാത്രം തുറന്നു പിടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവന് തുറന്നു പിടിക്കാൻ. അങ്ങനെ പിന്നെ അവനോട് ഇങ്ങോട്ട് ചോദിക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ ഈ 10 മണി 2:30 മണി വരെ ക്ലാസ് എടുത്തു. അവസാനം ഞങ്ങൾ പിരിഞ്ഞുപോയി. പിറ്റേന്ന് രാവിലെ 10 മണി എങ്ങനെയാകുമ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട്, ഉസ്താദ് എന്റെ എല്ലാ തെറ്റിദ്ധാരണ നിങ്ങൾ പൊരുത്തപ്പെടണം, ഞാൻ സുന്നത്തിയമാറ്റാരനാകുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ജാമിയ നദവിയാന്റെ അടുത്ത് ഇടവണ്ണ മുജാഹിദിന്റെ കുടുംബത്തിൽ ജനിച്ച് മുജാഹിദായിട്ട് ജനിച്ച് വളർന്ന് ഇത്രത്തോളം എത്തിയൊരു ചങ്ങായി. അവനാ സുന്നിയായത്. ഓനോട് ഒറ്റക്ക വയൽ പറഞ്ഞു 2:30 മണി വരെ. അതുപോലെ ഈ അടുത്ത് ഞാനൊരു ചങ്ങാതിനോട് വയൽ പറഞ്ഞു. കാരണം അവന്റെ മനസ്സിൽ കുറെ സംശയങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പോ ഇവനോട് ഞാൻ വയൽ പറയാൻ വേണ്ടി വിളിച്ച് എന്റെ റൂമിലേക്ക് വിളിച്ച്. അങ്ങനെ രാത്രി 11, 10:30, 11 മണി മുതൽക്ക് രാത്രി 4 മണി വരെ വയൽ പറയും. 4 മണി അതിന്റെ ശേഷം ഞാൻ ലേശം കിടന്ന് 4:30 മണിക്ക് പിന്നെ എണീക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം വയൽ പറയും. പക്ഷെ ഇവന് വന്നിരിക്കുമ്പോൾ തന്നെ ഇവന് സാധാരണ ജോലി എന്ന് വെച്ചാൽ ആരോടെന്ത് പറയുമ്പോൾ പിടിച്ചെടുക്കുന്ന ഒരു പരിപാടിക്കാണ്. റിക്കാർഡാക്കും, എല്ലാം റിക്കാർഡാക്കും. അങ്ങനെ റിക്കാർഡാക്കുന്ന. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് പിടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലാന്ന് തന്നെ എന്നോട്. പിടിക്കുന്നില്ല. അയാൾ പിടിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്തായാലും അള്ള പിടിക്കൂലേ. കൗലില്ലാലും അത് റഖീബുന്നത്തി. റഖീബറ്റി ഇത് പിടിക്കാത്ത ഒന്നും ഉണ്ടാവില്ല. എല്ലാം അള്ള റിക്കാർഡാക്കും. പക്ഷെ ഇവനിത് റിക്കാർഡാക്കിയിട്ട് പിന്നെ അതിനൊന്ന് പകുതി മുറിക്കുവോ? അള്ള പിന്നെ പകുതി മുറിക്കൂല. അങ്ങനെ വേണം. അള്ള ക്ലിപ്പാക്കുമ്പോൾ പകുതി മുറിച്ചിട്ട് ഹാജരാക്കൂല. അള്ള തീർച്ചു ഒന്നായിട്ട് ഹാജരാക്കുക. പകുതി മുറിച്ചിട്ട് ക്ലിപ്പാക്കുന്ന പരിപാടി എങ്ങനെയുണ്ട്? പകുതി മുറിച്ചിട്ടുള്ള ക്ലിപ്പ് അത് അള്ളാന്റെ ഉണ്ടാവില്ല. അള്ളാഹു തആല ആദിലാണ്, നീതിമാനാണ്. നീതിമാനായ റബ്ബ് ഒരിക്കലും അക്രമം ചെയ്യില്ല. അപ്പൊ അള്ളാഹു തആല നമ്മളെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ തീർത്തു ഒന്നായിട്ട് ഹാജരാക്കുള്ളൂ. അല്ലാതെ പകുതി മുറിച്ചിട്ട് അപ്പുറം മുറിച്ച് ഇപ്പുറം മുറിച്ച് ഇങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹു തആല റിക്കാർഡാക്കുന്ന പേടിക്കേണ്ടിയില്ല. കാരണം അള്ളാഹു തആല നീതിമാനാണ്, അവൻ അക്രമിയല്ല. ഇവനത് പകുതി മുറിക്കുമെന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇവന് എല്ലാം സംസാരിച്ച് അവസാനം എൻ്റെ അടുത്തെല്ലാം സമ്മതിച്ചു പോയി. അങ്ങനെ സമ്മതിച്ചു പോയി. പോന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഓൻ വിശ്വസിച്ച ഒരു ബിരുദമുള്ള ഒരു മൂല്യാരുണ്ട്. ഒരു ബിരുദമുള്ള ഒരു മൂല്യം നന്നായിട്ട് വിശ്വസിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ ബിരുദമുള്ള മൂല്യാരെ പറ്റി ഞാൻ എന്നോട് പറഞ്ഞു, ഇന്ന അയാൾ ചതിക്കും, അയാൾ എന്നെ ചതിക്കും, ഇനി പെട്ടുകൊണ്ട എന്നെ ചതിക്കും എന്ന് ഞാൻ അയാളോട് പറഞ്ഞിരുന്നു. ഇപ്പൊ അയാൾ ഈ പറഞ്ഞു ഇപ്പം ബോധ്യപ്പെട്ടു, ചർച്ചയാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഞാൻ അവനോട് പറയാം, പക്ഷെ ആ ചതിക്കൂന്ന് പറഞ്ഞ ബിരുദധാരിയായ മനുഷ്യരെ പറ്റി ഞാൻ പറഞ്ഞ് അത് നീ പോയിട്ട് അവനോട് പറയണ്ട, കാരണം അവനെ നന്നാക്കി എടുക്കണമെന്നുണ്ട് എനിക്ക്. അവൻ പറഞ്ഞു,
ഈ ചതിക്കൂ എന്ന് പറഞ്ഞാൽ അയാളെ നന്നാക്കി എടുക്കണമെന്നുണ്ട്, അത് നീ പറയണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് രാവിലെ 4 മണിക്ക് പോയി. കുറേ നേരം കഴിഞ്ഞിട്ട് വിറ്റേ തന്നെ വിളിച്ചിട്ട്, അല്ല ഉസ്താദേ നിങ്ങളെ പറഞ്ഞ മൊയിലാർ ഞാൻ നിങ്ങളവിടെ വന്ന് അറിഞ്ഞുവല്ലോ എന്നല്ല എന്നോട്. ഞാൻ പറഞ്ഞു അതറിഞ്ഞിരിക്കുന്ന ഇങ്ങനെ ബേജാറന്ന് കല്യാണം കഴിക്കാത്ത സ്ഥലത്ത് രാത്രി പോയിട്ട് വായിൽ കൂട്ടിയത്. ഇത് ഒരു മൊയിലാരത്ത് ഇൽവയ്ക്കാൻ പോയല്ലേ, എനിക്ക് ബേജാറ്, എനിക്ക് ബേജാറാണ്ട് വിശ്വസില്ലല്ലോ. അപ്പൊ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് വിവരം കിട്ടി, ഞാനീ പറഞ്ഞ ബിരുദമുണ്ട് എന്ന് പറഞ്ഞ ആളടുത്തേക്ക് ഞാൻ ഈ സംസാരിച്ച മുഴുവൻ പിടിച്ചിട്ട് കൊണ്ട കൊടുത്തിട്ടുണ്ട്. വിവരം കിട്ടി, കൊണ്ട കൊടുത്തില്ല, വന്ന് വാങ്ങിയതാണ്. പിന്നെ വിവരം കിട്ടി, അങ്ങനെ വാങ്ങിയിട്ടുണ്ട് വിവരം കിട്ടി. അങ്ങനെ വിവരം കിട്ടിയ ഞാൻ വിളിച്ചു, എല്ലടാ ഇനിയല്ല എന്റെ ഒന്നും പിടിക്കൂല, നീ പിടിച്ചിട്ട് ഇങ്ങനെ ഞാനെ പറഞ്ഞ ആ വഞ്ചിക്കും തന്നെ ചതിക്കും തന്നെ ആൾക്ക് നീ അതൊക്കെ കൊടുത്തു തന്നെ. അത് ഉസ്താദെ വരുമ്പം തന്നെ അവരൊരു സാധനം എന്റെ അടുത്ത് തന്നിരുന്നു നിങ്ങളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഞാൻ അവർക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നു തന്നെ. ഇവനാ രാവിലെ എന്നോട് ചോദിച്ചു, ഞാൻ വന്ന് അറിഞ്ഞുവല്ല അവരെന്ന് ചോദിച്ചു ഇവനാ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചതി ഒട്ടാകെ ചതിന്റെ ദുനിയാവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതാ ദുനിയത്തിൽ അമാനത്ത് ഫന്തദുരി സഅ, വിശ്വാസ്യത നഷ്ടപ്പെട്ടു വന്ന കാലം വന്ന ഖിയാമത്ത് നാൾ കാത്തോളണം. അപ്പൊ ഖിയാമത്ത് നാളിന്റെ അലാമത്താണ്, വിശ്വസിക്കാൻ പറ്റില്ല ആരെയും. അങ്ങനെയായി മാറിപ്പോയി. ഒന്നുങ്ങളാരും വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റൂന്നല്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനത്തെ കാലാണ്. ഇപ്പൊ ആരെല്ലാം ക്ലിപ്പാക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെ ഇതാ ദുനിയത്തിൽ അമാനത്ത് ഫന്തദുരി സഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാനില്ലാത്ത മുനാഫിക്കായി പോകുന്ന ആളുകൾക്ക് ചില ലക്ഷണങ്ങളുണ്ട്. അതാ എന്റെ വിഷയത. മുനാഫിക്കായി പോകുന്ന ആളുകൾക്ക് ചില ലക്ഷണങ്ങളുണ്ട്. അർബഉ മൻ കുന്ന ഫീഹി, ഞാനിപ്പോ 3-4 ദിവസം മുമ്പ് ബുഖാരിയിൽ ഓതി കൊടുത്ത ഹദീസാ. അർബഉ മൻ കുന്ന ഫീഹി, 4 കാര്യം ഒരുത്തനുണ്ടെങ്കിൽ കാന മുനാഫിഖൻ ഖാലിസ, അവൻ എ ക്ലാസ് മുനാഫിഖാണ്, കലവറയില്ലാത്ത മുനാഫിഖാണ്, ഈമാനില്ല. അതിലൊന്നെന്നാ ഇതാ ഹദ്ദസ കദബ, വർത്താനം പറഞ്ഞാൽ കള്ളത്തരം പറയാം. വർത്താനം പറഞ്ഞാൽ കളവ് പറയും. ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കും, നിങ്ങൾ ആർക്കും എന്റെ പിടിക്കുന്നുണ്ടോ? ഇല്ലാന്നറിയാം, എന്റെ പിടിക്കുക. ഇതാ ഹദ്ദസ കദബ, വർത്താനം പറഞ്ഞാൽ കളവ് പറയും. വൈദുത്തു മിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഒരാളെ വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കുക, അത് മുനാഫിക്കിന്റെ ലക്ഷണം, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. അതുപോലെ തന്നെ വൈദ ആഹദ ഗദറ, വാക്ക് പറഞ്ഞാൽ കരാറ് ചെയ്താൽ ലംഘിക്കുക, കരാറ് ചെയ്താൽ ലംഘിക്കുക. മൂന്നാമത്തതാണ് വൈദ ഖാസമ ഫജറ, തെറ്റിയാ തോന്നിയാസം പറയാം. തെറ്റിയാ തോന്നിയാസം പറയാം. ഇന്നലെ വരെ ഉസ്താദ് എന്ന് വിളിച്ചാൽ ഇന്നെന്ത് ചെയ്യാ, കടുത്ത തോന്നിയാസം പറയാം, തെറ്റിപ്പോകും. ഇങ്ങനെ തോന്നിയാസം പറയും. ഇതൊക്കെ മുനാഫിക്കിന്റെ ലക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. അപ്പൊ നമ്മൾ എന്ത് വേണം, നമുക്ക് മുനാഫിക്കിന്റെ അടയാളം ഉണ്ടോ എന്ന് ഇങ്ങനെ പരിശോധിക്കണം. നമുക്ക് അടയാളങ്ങളൊന്നും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാൻ സാധിക്കണം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരട്ടെ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോട് മരിക്കാൻ സാധിക്കണം. ഒരിക്കലും തന്നെ മുനാഫിക്കിന്റെ ലക്ഷണം നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അതുണ്ടാകാത്ത വിധം നമ്മളെ ദീൻ നമ്മൾ രക്ഷപ്പെടുത്തണം, നമ്മൾ ആഖിറം നമ്മൾ രക്ഷപ്പെടുത്തണം. നമ്മളെല്ലാവരും ഓർമ്മിക്കണം, ഇതാ ഈ സാധനം ഇവിടെ കണ്ടുകൊണ്ട് പിടിക്കൂന്ന് വിചാരിക്കും. ഞാൻ അതില്ലെങ്കിലും പിടിക്കും വിചാരിക്കണം. കാരണം പിടിക്കലെല്ലാം ക്യാമറ കണ്ടോളണമെന്നില്ല. അടുത്ത് നമ്മളെ കൂട്ടുന്ന ഒരാളെ ഉംറക്ക് പോയി. ഉംറക്ക് പോയിട്ട് അയാൾ മതാഫിൽ നിന്ന് തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൊബൈൽ ഫോൺ വീടിന്റെ അപ്പൊ അയാൾ കൈയെടുത്ത് കീശയിൽ അയാൾ കൈ പിടിച്ചു. മൊബൈൽ ഫോൺ കീശയിലോ അയാൾ എവിടെ വെച്ച്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്ക് വന്ന് അയാൾ പിടിച്ചു പോയി. പോലീസുകാർ ഒന്ന് പിടിച്ചു. എന്താ കാരണം, ഇയാൾ ക്യാമറ കണ്ടിട്ടില്ല. മതാഫ് തീർത്തും ക്യാമറയാ, മസ്ജിദുൽ ഹറാം തീർത്തും ക്യാമറ. ഇവൻ എന്ത് ചെയ്യുന്ന ഒക്കെ വേറെ സ്ഥലത്ത് കാണുന്നുണ്ടാവും. അപ്പൊ ഇയാൾ എടുക്കുന്നത് കണ്ടുപോയി പിടിച്ചുപോയി. പിന്നെ ഇയാൾ ഞാൻ ഇതെടുത്തെല്ലാം കയറിയുണ്ടോ, സംഗതി അയാൾ കട്ടതൊന്നായിരിക്കൂല. അയാൾ ഉംറക്കോ എടുത്തുനിന്ന് തവാഫിമാരും കപ്പോ കട്ടതൊന്നായിരിക്കില്ല. ഇയാൾ നമ്മളെ നാട്ടിൽ പോലെ ഇത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇത് ആർത്താന്ന് ചോദിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും, അങ്ങനെ എടുത്തുകയായിരിക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ക്യാമറ കുടുങ്ങിയില്ലേ, പിടിച്ചു. ക്യാമറയെ കുടുങ്ങിയപ്പോൾ പിടിച്ചുപോയി. പിടിച്ച് എത്രയോ ദിവസം അയാൾ ജയിലിൽ കിടന്നു. സാധു ജയിലിൽ കിടന്നു. എന്നെ തന്നെ വിളിച്ച് എന്നോട് ഒരുപാട് പറഞ്ഞു, സങ്കടം പറഞ്ഞു. എന്താക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റുമോ, കുടുങ്ങിപ്പോയി. അള്ളാഹു ഇപ്പൊ സലാമത്താക്കി. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അത് ദുനിയാവിലെ ക്യാമറയാ. അതുകൊണ്ടാണ് നമ്മൾ കാണാത്ത ക്യാമറ ഉണ്ട് ചിലപ്പോ. പക്ഷെ അതൊന്നുമല്ല ക്യാമറ. ശരിയായ ക്യാമറ അള്ളാന്റെ ക്യാമറയാണ്. അള്ളാഹുവിന്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല മലക്കുകൾ വെച്ചിട്ടുണ്ട്, എല്ലാം റെക്കോർഡാക്കാൻ മലക്കുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാനെ ഭയപ്പെടണം. നമ്മൾ എല്ലാ സമയത്തും ഭയപ്പെടേണ്ടത് അള്ളാനെയാണ്. അള്ളാഹു തആല അറിയുമല്ലോ, അള്ള കാണുമല്ലോ. അള്ളാഹു തആല മലക്കുകളെ നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡാക്കുമല്ലോ. അള്ള റെക്കോർഡാക്കുന്ന എന്തിനാ, അള്ളാഹ്ക്ക് തിരിയാനല്ല. അള്ളാഹ്ക്ക് മലക്കുകളൊന്നും ആവശ്യമില്ല, റെക്കോർഡും ആവശ്യമില്ല. അള്ളാഹ് എപ്പോഴെല്ലാം കാണും, ഒന്നും കാണാത്തുണ്ടാവില്ല. പിന്നെന്താ വിഷയോ, നമ്മക്ക് പിന്നെ ബോധ്യപ്പെടുത്താൻ അള്ള റെക്കോർഡാക്കിക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടെന്ന് അള്ളാന്റെ നീതിയാണ്. അള്ളാന്റെ കോടതിയിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കാണിച്ചില്ല, നിങ്ങൾ ഇന്നൊക്കെ ചെയ്തിട്ടില്ലേ. അവ നമ്മൾക്ക് സമ്മതിക്കാണ്ട് നിവൃത്തി ഉണ്ടാവില്ല. സമ്മതിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അള്ളാഹുവിനെ ശിക്ഷിക്കുള്ളൂ. അതെന്തിനാ, നമ്മളെ ബോധ്യപ്പെടുത്തൽ അള്ളാന്റെ നീതിയാണ്. അള്ളാഹു തആല വലിയ നീതിയുള്ള രാജാവാണ്. അള്ളാഹുവെ നീ നീതിയുള്ള രാജാവാണ്, അതേ സമയത്ത് നീ മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. അവിടെയാണ് ഞങ്ങളെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാവർക്കും സർവ്വ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിച്ചാൽ നീതിമാനാണ്. കാരണം നിന്റെ അധികാരത്തിൽ നിനക്ക് എന്തും ചെയ്യാൻ അധികാരമുണ്ട്.
ഞങ്ങൾ അധികാരത്തിൽ, ഞങ്ങളില്ല, ഞങ്ങൾ അവയവങ്ങളില്ല, ഞങ്ങളില്ല, ഒന്നുമില്ല, ഒക്കെ നിന്റെ അധികാരത്തിലാണ്. നീ പടച്ചതാണ്, നിന്റെ ഉടമസ്ഥതയാണ്. നിന്റെ ഉടമസ്ഥതയുടെ സംഗതി നീ എന്ത് ചെയ്താലും നീ നീതിമാനാണ് അല്ലാ. ഞങ്ങളുടെ ഉടമസ്ഥതയുടെ സംഗതി ഞങ്ങൾ പലതും ചെയ്യുന്നുണ്ട്, ഒക്കെ നീതി തന്നെയാണ്. ഞങ്ങൾ ഒരു റൂം ഞങ്ങൾ എയർ കണ്ടീഷൻ റൂമാക്കും, വേറൊരു റൂം നമ്മൾ കക്കൂസാക്കും, വേറൊരു സ്ഥലം ഞങ്ങൾക്ക് വെച്ചിട്ട് കക്കൂസിനെ ടാങ്കിയാക്കും. അപ്പൊ അതേ ആ മുതലാളിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നീതിയൊന്നുമില്ല. അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ടാങ്കിയാക്കി, അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലം കിണറാക്കി, അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലം റൂമാക്കി, അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലം കക്കൂസാക്കി. അതൊക്കെ അയാൾ ഇഷ്ടം. ഇതുപോലെ അള്ളാഹു തആല പഠിച്ച നമ്മൾ അള്ളാഹിന്റെ അധികാരത്തിലാണ്. നമ്മളെ ഉടമസ്ഥൻ എന്ത് ചെയ്താലും നീതി തന്നെയാണ്. പക്ഷേ ആ റബ്ബ് സുബ്ഹാനഹു വ തആല നീതിമാനായ ഭരണാധികാരിയായതിന്റെ പുറമെ പാവികളായ ആളുകൾ മനസ്സുകൊണ്ട് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹ് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവെ, ഞങ്ങളൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നവരാ. ഞങ്ങൾ ജിബ്രീൽ തങ്ങളെ ഹദറത്തിൽ, ഈ സാദാത്യങ്ങളെ ഹദറത്തിലൊക്കെ വന്ന് ഞങ്ങൾ ദോഷം പൊറുക്കാനാ. ഞങ്ങൾക്ക് ഇവിടെ ഒറ്റൊന്നും കാര്യലാഭം കിട്ടാനല്ല. അതുകൊണ്ട് തന്നെ ഈ സാദാത്തുക്കളെ ഹദറത്തിൽ ഞങ്ങൾ തിരിച്ചയക്കുമ്പോ ഞങ്ങളെല്ലാവരും ഞങ്ങൾ സ്നേഹിച്ച മുഴുവൻ ആളുകളെ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാ. ഈ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ മനസ്സും ശരീരവും ആത്മാവും നീ നന്നാക്കി തരണേ അല്ലാ. കിബ്റ്, ഉജ്ബ്, റിയാ, ഹസദ്, അമൽ, ഹിർസ്, ബിദഅത്ത്, ശഹ്വത്ത്, വളബ് തുടങ്ങിയ ഒരു രോഗവും ഞങ്ങളെ ഖൽബിൽ നീ തന്നേക്കരുത് അല്ലാ. ഈമാനില്ലാത്ത ജനങ്ങളുടെ സ്വഭാവം എന്താണ്? യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, സൂറത്തുൻ നിസായിൽ അല്ലാഹ് പറയാണ്, യസ്തഖ്ഫൂന മിനന്നാസി, ജനങ്ങൾ അറിയരുത് എന്നവർക്ക് നിർബന്ധാണ്. ജനങ്ങളിൽ നിന്നവരെ മറച്ചു വെക്കും. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹ് അറിയുന്നതിനെ പറ്റി അവർക്ക് പേടിയില്ല. അള്ളാഹിന്റെ മുമ്പിൽ അവർ മറച്ചു വെക്കൂല. ഇത് യുബയ്യിത്തൂന മിനൽ ഖൗലി മാ ഇത് യുബയ്യിത്തൂന, അവരതാ പറഞ്ഞിരിക്കുന്നു. അതേ അല്ലാഹു തആല പൊരുത്തപ്പെടാത്തത് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അത് ജനങ്ങൾ അറിയുന്നിടത്ത് എനിക്ക് വലിയ പേടിയാണ്. അള്ളാഹ് അറിയുന്ന സ്ഥലത്ത് പേടിയില്ല. അങ്ങനത്തെ കക്ഷികൾ ചതിയന്മാരാണ് നബിയെ. അതുകൊണ്ട് വലാ തകുല്ലിൽ ഖായിനീന ഖസീമാ, ചതിയന്മാർക്ക് അനുകൂലമായി ഒരു വാക്ക് പോലും പറഞ്ഞു പോകരുത് നബിയേ. ചതിക്കുന്ന ആളുകൾക്ക് അനുകൂലമായി ഒരു വാക്കും പറഞ്ഞു പോകരുത്. ചതിയന്മാരെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കരുത്. ഖുർആൻ പ്രത്യേകം പറയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ചതിക്കുന്നവരും കള്ളം പറയുന്നവരും വാക്കിലംഘിക്കുന്നവരും അതുപോലെ തെറ്റിയാൽ തോന്നിവാസം പറയുന്നവരും അതെല്ലാം ഈമാൻ തെറ്റിപ്പോകുന്ന മുനാഫിക്കിന്റെ ലക്ഷണമാണ്. ആ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ഈമാൻ സലാമത്താക്കാൻ വേണ്ടി പരിശ്രമിക്കണം. സുബ്ഹാനല്ലാഹ്, തജിദൂന ശർറന്നാസി യൗമൽ ഖിയാമത്തി ദൽ വജ്ഹൈനി അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വയഅതി ഹൗലാഇ ബിവജ്ഹ്. ഖിയാമത്ത് നാളിൽ ഏറ്റവും നാശം പിടിച്ച ചില കക്ഷികളുണ്ട്. ആരാണത്? അത് രണ്ട് മുഖക്കാരാണ്, ഇരുമുഖക്കാരാണ്. ഇവിടെത്തുമ്പോൾ ഇവിടത്തേക്ക് ഒപ്പിച്ചു പറയും, അവിടെത്തുമ്പോൾ അവിടത്തേക്ക് ഒപ്പിച്ചു പറയും. അങ്ങനെ ഇരുമുഖക്കാരായ ഏഷണി പറയുന്ന കക്ഷികൾ ഫസാദുണ്ടാക്കാൻ വേണ്ടി, മോമിനീകളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി, നേതാക്കളെയും അനുയായികളെയും തെറ്റിക്കാൻ വേണ്ടി, നേതാക്കളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി, ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കാൻ വേണ്ടി, ഉസ്താദിനെയും ശിഷ്യനെയും തെറ്റിക്കാൻ വേണ്ടി, ഇങ്ങനെ ഫസാദുണ്ടാക്കാൻ വേണ്ടി ഏഷണി പറയുന്ന കക്ഷികൾ അവര് രണ്ട് മുഖക്കാരാണ്. അവര് ഖിയാമത്ത് നാളിൽ ഏറ്റവും നാശം പിടിച്ചവരാണ്. രണ്ട് മുഖക്കാരാണ്. ഫിത്നയും ഫസാദും പറഞ്ഞു നടക്കുന്നവര് അല്ലാഹു ലഅനത്ത് ചെയ്യുന്ന വിഭാഗമാണെന്ന് മഹാന്മാര് പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ ഓ ഉമ്മമാരെ, കാരണവന്മാരെ, മുഅ്മിനീങ്ങളെ, ഒരിക്കലും ഭീഷണി നമ്മുടെ നാവിൽ നിന്ന് വന്നേക്കരുത്. ഒരാള് മറ്റൊരാളെ കുറിച്ച് ഫസാദിന്റെ നിലക്ക് വർത്തമാനം പറഞ്ഞാൽ നമ്മൾ ഓർക്കണം 6 കാര്യം നിർബന്ധമാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു.
നമ്മൾ ആദരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു അനുയായിയെ കുറിച്ചോ, ഒരു ഭർത്താവ് ഭാര്യയെ കുറിച്ചോ, ഭാര്യ ഭർത്താവിനെ കുറിച്ചോ, അയൽവാസി അയൽവാസിയെ കുറിച്ചോ, കുടുംബക്കാരൻ കുടുംബക്കാരനെ കുറിച്ചോ, അങ്ങനെ ആരെങ്കിലും സ്നേഹിക്കപ്പെടുന്ന ആളുകൾ പരസ്പരം തെറ്റിക്കാണാൻ വേണ്ടി, ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി വല്ലവനും സംസാരിച്ചാൽ 6 കാര്യം വുജൂബാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. ഒന്നാമത്തെ കാര്യം അല്ലാ യുസദ്ദിഖഹു, ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നവന്റെ വാക്ക് സ്വീകരിക്കാൻ പാടില്ല. ആരല്ല ഉറങ്ങിയത്? ഉറങ്ങിയാൽ പാത്രം മൂടി വെക്കലാവും. അത്ര മൂടി വെച്ചാൽ പിന്നെ മരുന്ന് കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഒരാള് കണ്ണിൽ മരുന്നിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഒരു ഡോക്ടറെ തന്നെ കണ്ണിൽ മരുന്നിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇയാൾ പില്ലറിലാക്കി മരുന്നിപ്പിച്ചു കൊടുക്കുമ്പോൾ നന്നായി കണ്ണ് കടച്ചടപ്പൂട്ടിച്ച് പിന്നീട് ഇയാളെ കണ്ണിൽ മരുന്നിപ്പിച്ചു കൊടുക്കാൻ കഴിയും? കണ്ണ് തുറന്നു പിടിക്കണോ? കണ്ണ് പൂട്ടി വെച്ചാൽ പിന്നെ കണ്ണിൽ മരുന്നിപ്പിച്ചു കൊടുക്കാൻ കഴിയും? അത് സാധിക്കൂലല്ലോ. അപ്പൊ ഫിത്തന ഉണ്ടാക്കുന്ന ആളുകളുടെ സ്വഭാവം എങ്ങനെ? ഉദാഹരണം പറയാ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജിബ്രി ഹൗസിൽ വയലേറ്റിട്ട് നേരം പാർത്തുപോയി. അള്ളാന്റെ കഥനുസരിച്ച് പാർത്തുപോയി, ശരി തന്നെ പാർത്തുപോയി. അപ്പൊ ചിലപ്പോ സ്വാഭാവികമായിട്ടു ഒരു ഉദാഹരണം പറയണേ, ഉണ്ടായിട്ട് പറയുന്നില്ല, സ്വാഭാവികമായിട്ട് ചിലപ്പോ തങ്ങള് നേരത്തെ എത്തുവല്ല, 9 മണിക്ക് എത്തുക തന്നെ, പിന്നെല്ലാം കുളിച്ച് 9:30 എത്തും തന്നെ, അപ്പൊ 3:30 മണിയായിട്ട് എത്തിയില്ല. ഇങ്ങനൊക്കെ ആയ നമ്മളെന്താ ചെയ്യാം? ഒരു ഉദാഹരണം പറയാം. തങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നീ പറഞ്ഞിട്ടുണ്ടോ എന്നിട്ടെങ്കിൽ തിരിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഉദാഹരണം പറഞ്ഞ അങ്ങനെ തങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പൊ ഞാനിവിടെ വന്ന് വേദം കഴിഞ്ഞിരിച്ചോ, ഉസ്താദേ നിങ്ങളോട് വലിയ സ്നേഹമൊക്കെ തങ്ങൾ കാണിക്കുന്നത്, തങ്ങൾ പറഞ്ഞു നിങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ നേതാക്കന്മാരാ എന്താ ചെയ്യാന്നാ ചോദിച്ചു എന്ന് എന്നോടൊരു ഫിത്തിന പറഞ്ഞാൽ എനിക്കെന്താ വുജൂബ്? എന്റെ വുജൂബ് അല്ലാ യുസദ്ദിഖഹു, ആ പറഞ്ഞു നേരാക്കാൻ പാടില്ല. അത് തങ്ങൾ പറയൂല ഞാൻ വിശ്വസിക്കണം. പറഞ്ഞാലും പറഞ്ഞില്ലേ ഞാൻ വിശ്വസിച്ചോളാം. അല്ലാ യുസദ്ദിഖഹു, നേരാക്കാൻ പാടില്ല. എന്തുകൊണ്ടില്ല? ഫാസിഖുൻ പറയാണ്, ഏഷണി പറയുന്നവൻ തെമ്മാടിയാണ്, തോന്നിയാസിയാണ്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത് തള്ളപ്പെടേണ്ടതാണ്. അവന്റെ ഒരു സാക്ഷിയും സ്വീകരിക്കാൻ പറ്റൂല. അവന്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനൊരുത്തം പറഞ്ഞാൽ പറഞ്ഞവന്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഇവിടെ വാക്ക് സ്വീകരിക്കാൻ പറ്റൂലെങ്കിലോ ഓൻ കൊണ്ടിരുന്ന ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഷഹാദത്തിന് പറ്റൂല, സാക്ഷിക്കോ ഏശന് വരുന്നു സാക്ഷിക്ക് പറ്റൂല. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നാദാപുരത്ത് പ്രസംഗിക്കാൻ, അത് പ്രസംഗിക്കുന്നത് ഒരു മുജാഹിദ് കണ്ണനത്തിനോട് പ്രസംഗിക്കാണ്. നമുക്ക് അറിയുന്നതാണ്, ഞാൻ അങ്ങനെ പല സ്ഥലത്തും പ്രസംഗിക്കലുണ്ട്. അങ്ങനെ പ്രസംഗിച്ച് പണ്ട് ചെറിയ ഞാൻ മർക്കസ് പഠിക്കുന്ന കാലത്ത് ഇവിടെ മുച്ചുകുന്തി, എന്താ ഇവിടെ മുച്ചുകുന്തി എന്തോ ഒരു സ്ഥലമുണ്ട്, ഇവിടെ മുച്ചുകുന്തി. അവിടെ കുറെ ദിവസം കണ്ണൻ പ്രസംഗം നടത്തിയിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ അടുത്ത് അങ്ങനെ പല സ്ഥലത്തും പ്രസംഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രസംഗിക്കാനും ഗണന പ്രസംഗം നടത്താൻ, പ്രസംഗം നടത്തുമ്പോ മുജാഹിദിന്റെ മൗലവി കൊണ്ട് ക്ലിപ്പ് കേൾപ്പിക്കാണ്. ആ പേരോട് അങ്ങനെ പറഞ്ഞു, പണ്ട് വാഴക്കാട്ടെന്ന് കേൾപ്പിച്ച് പേരോടത് ആ സ്ത്രീകൾക്ക് വയസ്സെത്തിയേക്കും പോവാ, പള്ളിയിൽ യുവതിയേക്കും പോവാന്ന് പേരോട് പറയുന്നു. എന്റെ കേസറ്റ്, അന്ന് പിന്നെ CD ഇല്ല, കേസറ്റ് കേൾപ്പിച്ചു. സംഗതി ശരി തന്നെയാ, ഞാൻ പറഞ്ഞു തന്നെയാ. പക്ഷെ എന്താ ചെയ്തെന്നറിയോ? അപ്പുറം ഇപ്പുറം കാട്ടതാ, അപ്പുറം ഇപ്പുറം കാട്ടതാ. ഞാൻ പറഞ്ഞ എന്താണ്, ജമാഅത്തിന് വേണ്ടി സ്ത്രീകൾ പള്ളിയിലേക്ക് നല്ല ഒരു സ്ഥലത്തേക്കും പുറപ്പെട്ടു പോകാൻ പാടില്ല. അതേസമയത്ത് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ കയറിക്കൂടാ അങ്ങനെ നിയമിച്ചില്ലാവില്ല. പള്ളിയിൽ ഹൈദുള്ള സമയത്ത് കയറിക്കൂടാ, ആണുങ്ങൾക്കും കയറിക്കൂടാ ജനാപത്തുള്ള സമയത്ത്. പള്ളി കയറിക്കൂടാ പെണ്ണുങ്ങൾ അങ്ങനെ നിയമിച്ചില്ലാവില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹറാം. അവിടെ പെണ്ണുങ്ങൾക്ക് കയറാം. പക്ഷെ എന്തിനാ? ജമാഅത്തിന് വേണ്ടിയിട്ടില്ല, തവാഫ് ചെയ്യാൻ വേണ്ടിയാണ്. തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വയസ്സത്തേക്കും കയറാം, ബാല്യക്കാലത്തേക്കും കയറാം. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, തവാഫ് ചെയ്യാൻ വേണ്ടി മസ്ജിദുൽ ഹറാമിൽ വയസ്സത്തേക്കും പോവാം, യുവതിയൊക്കെ പോവാന്നാ. പക്ഷെ എന്ത് ചെയ്തു? തവാഫ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം അങ്ങോട്ട് ഒഴിവായി കഴിഞ്ഞു. മസ്ജിദുൽ ഹറാമിൽ ഇങ്ങനെ പുറത്തും ഒഴിവായി കഴിഞ്ഞു. എന്നിട്ട് ഇതാ യുവതികൾക്കും പോകാം, വയസ്സത്തേക്കും പോകാൻ പേരോട് സംബന്ധിച്ചു പോകുക. ഇങ്ങനെ ഈ ക്ലിപ്പ് മുറിക്കുന്ന സ്വഭാവമാണ്. ഈ ക്ലിപ്പ് മുറിയന്മാരെ ക്ലിപ്പ് മുറിക്കുന്ന സ്വഭാവമാണ്. ഈ ക്ലിപ്പ് മുറിക്കുന്ന ആളുകൾ കൊണ്ടുവന്നിട്ട് ക്ലിപ്പ് കേൾപ്പിക്കും. അപ്പൊ ക്ലിപ്പ് കേൾപ്പിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം, ഇവൻ സാക്ഷിക്ക് പറ്റൂല്ലേ നോക്കണം. ഈ കൊണ്ടുവരുന്ന സാക്ഷിക്ക് പറ്റൂല്ലേ നോക്കണം. സാക്ഷിക്ക് പറ്റൂലേ എന്നാ അവന്റെ ക്ലിപ്പ് വിശ്വസിക്കാൻ പറ്റൂല, അവന്റെ വാക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ക്ലിപ്പ് വിശ്വസിക്കല് നമീമത്ത് പറയുന്ന മർദൂദ് ഷഹാദ, സാക്ഷിക്ക് പറ്റാത്തവനാണ് ഗസാലിമാവുന്നത്. തമ്മാമലി ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി, ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നവന്റെ സാക്ഷി സ്വീകരിക്കൂല. അപ്പൊ അവൻ കൊണ്ടുവന്ന ഒരു ക്ലിപ്പും സ്വീകരിക്കാൻ പറ്റില്ല. മസ്ജിദെല്ലാം പഠിച്ചു വെച്ചാൽ ഒരുത്തന്റെ ഈമാൻ കേടുവരില്ല. മസ്ജിദ പഠിക്കാൻ നിൽക്കുമ്പോൾ ഈമാൻ കേടുവരിക. അപ്പൊ അങ്ങനത്തെ ക്ലിപ്പ് സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങളും ക്ലിപ്പൊക്കെ ഇല്ലേ? ഞാൻ മർദൂദ് ഷഹാദല്ല, ഞാൻ മഖ്ബൂൽ ഷഹാദത്താ, ഞാൻ സാക്ഷിക്ക് പറ്റുന്നവനാണ്. അല്ലെങ്കിൽ ആരും പറയും ഞാൻ സാക്ഷിക്ക് പറ്റൂല, ഇന്ന കാരണം കൊണ്ട് പറ്റൂല എന്ന് പറയും, ധൈര്യം പറയും. ഞാൻ ഇന്ന കാരണം കൊണ്ട് പേരോടൊന്നും സഖാഫി സാക്ഷിക്ക് പറ്റൂല എന്ന് ധൈര്യം പറയും.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മർദൂദ് ഷഹാദ് സാക്ഷിക്ക് പറ്റാത്തവന്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമീമത്ത് പറഞ്ഞ് ഫസാദ് ഉണ്ടാക്കുന്നവന്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഗസാലി ഇമാം ഹിയ പറയാ. രണ്ടാമത്തത് ഒരുത്തൻ നമീമത്ത് പറഞ്ഞാൽ, ഏഷണി പറഞ്ഞാൽ അവനെ ശക്തിയായി വിരോധിക്കണേ, പണിഞ്ഞെടുക്കാൻ പാടില്ല. വളരെ മോശമാണോ എന്റെ പണി, വേറെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി വർത്താനം പറയുന്നത് എന്ന് അവനെ പറഞ്ഞ് ശക്തമായി അവനെ വിരോധിക്കണം. ഗസാലി ഇമാം റളിയല്ലാഹു പറയുന്നു. മൂന്നാമത്തത് അങ്ങനെ ഒരുത്തൻ നമീമത്ത് പറഞ്ഞാൽ ആ പറയുന്നവന്റെ വാക്ക് വിശ്വസിക്കരുതെന്ന് മാത്രമല്ല, അവൻ ആരെപ്പറ്റിയാണോ പറഞ്ഞത് അയാളെപ്പറ്റി നമ്മളൊരു തെറ്റായ ധാരണ വെച്ച് പുലർത്തരുത്. നമ്മളെ മനസ്സിൽ ഒരാളെപ്പറ്റി ഒരു തെറ്റായ ധാരണ ഉണ്ടാകരുത്. പിന്നെയും ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, അതിന്റെ പുറമേ അങ്ങനെ ഒരാളെ പറ്റി ഒരു വിഷയം പറഞ്ഞാൽ അതിന്റെ പേരിൽ നമ്മൾ അതൊരു പരീക്ഷണത്തിനോ ഒരു ടെസ്റ്റിനോ മുതിരരുത്. തജസ്സുസ് ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരാൾ ഹജ്ജിന് പോയിട്ട് വരുമ്പോൾ അയാൾ സംസം വെള്ളം കൊണ്ടുവന്നു. സംസം വെള്ളം കൊണ്ട് എല്ലാവർക്കും സംസം കൊടുക്കുക. അപ്പൊ ഒരു ചങ്ങാതി, ഇത് സംസം തന്നെയാണോ? എനിക്ക് മനസ്സിന്റെ കുടിച്ചടോ, ഞാനിത് ലേലം ചെയ്യുന്നൊന്നുമില്ല, വെറുതെ കൊടുക്കുക. എനിക്ക് മനസ്സിന്റെ കുടിച്ചോ? അപ്പൊ അതൊന്നും പറ്റില്ല. നിങ്ങൾ സംസമാണെന്ന് പറയാൻ അങ്ങനെ ആളെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് സംസമാണെന്ന് തെളിയിക്കാൻ മനസ്സില്ല. എനിക്ക് വേണേ കുടിച്ചോ, വേണ്ടാത്തൊരു കുടിയണ്ട. അതൊന്നും പറ്റൂല. തെളിയിച്ചേ പറ്റുമെന്ന് ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലേ? എനിക്ക് മനസ്സിനെ കുടിച്ചോ അല്ലെ കുടിക്കേണ്ടതല്ല അറിഞ്ഞേ. അപ്പൊ ഇവൻ പിന്നെ അതുകൊണ്ട് തീരുന്നില്ല ഇവന്റെ കാര്യത്തില്ല. അത് ടെസ്റ്റ് ചെയ്യണം. ആരാ എന്നോട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ്? എനിക്കാരാ പറയാ അധികാരം? വലാ തജസ്സസു എന്ന് അല്ലാഹ് പറയുന്നു. ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. വലാ തജസ്സസു, ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹ് പറയുന്നു. എന്നോട് ആരാ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ്? അപ്പോ സംസം വെള്ളം ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ മൂമിനായ മനുഷ്യനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അയാൾ കൊണ്ടുവന്ന ആൾക്കും നമുക്ക് വിശ്വാസമുള്ള ആളാണോ കൊണ്ടുവന്ന കുടിച്ചോളാം. അതേസമയത്ത് ഏതെങ്കിലും ആമുക്ക് കൊണ്ടെത്താന്നെങ്കിൽ നമ്മൾ വായി കുടിക്കണമെന്നില്ല. പലതും കൊണ്ടുവരും. നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ സംസം വെള്ളം കൊണ്ടുവന്നാൽ കുടിച്ചോളാം. അത് ബർക്കത്ത് കിട്ടാനേ കുടിച്ചോളൂ. ബർക്കത്ത് വേണ്ടേ കുടിക്കണ്ട, അത്രയുള്ളൂ. കുടിക്കാതെ ബർക്കത്ത് കിട്ടൂല, ഇവരൊന്നും വരാനില്ല. അപ്പൊ ഒരുത്തന് അതൊന്നല്ല, സംസം വെള്ളം എന്ന് പറഞ്ഞാല് നിങ്ങളങ്ങനെ കൊണ്ടുവന്നാണ്. നമുക്ക് കുറെ ചോദ്യമുണ്ട്. എന്താ ചോദ്യം? സംസം കിണർ നിങ്ങൾ കണ്ടിനോ? അപ്പൊ ഈ ആചാര്യം ഞാൻ കണ്ടില്ല, കിണർ കണ്ടില്ല. ഞാൻ ആദ്യത്തെ പോയപ്പോ കണ്ടിരുന്നു 1989. പിന്നെ ഞാനും കണ്ടില്ല. ഒറ്റ പോക്കില്ല ഞാൻ കണ്ടിരുന്നു, പിന്നെ കണ്ടില്ല. ഇപ്പൊ കാണാൻ കഴിയില്ല. അതെല്ലാം മൂടിപ്പോയിരിക്കും. കിണറിന്റെ മേലെ ബാർക്കൊണ്ട് മൂടിയിട്ട് പൈപ്പ് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ കാണൂല പോയാൽ. അപ്പൊ സംസം കണ്ടില്ല. സംസം കണ്ടില്ലേ? എന്റെ മോട്ടർ കണ്ടിനാ? എന്റെ മോട്ടർ കണ്ടില്ല. സ്വിച്ച് എടുത്ത കണ്ടിനോ? അതും കണ്ടില്ല. എന്നാ പോട്ടെ, ആ സംസം കിണർ മുതൽക്ക് നിങ്ങളെടുത്ത പൈപ്പ് വരെ ഈ പൈപ്പ് ഇങ്ങനെ തുടർച്ചയായി വരികയല്ലേ? അതിന്റെ വന്ന വഴിയുണ്ടല്ലോ, ഈ വഴിക്ക് ആ സനത്ത് എന്നറിയാം. ഈ പൈപ്പ് വന്നുണ്ട്, അതും കണ്ടില്ല. എന്നാ ഈ സംസമല്ല, ഇവന്റെ വിധി സംസമല്ല. ഇന്നെ സംസമല്ലാതെ എല്ലാവരും എടുക്കുന്നിടത്ത് ഞാൻ എടുത്തിട്ട് ദുനിയാവിൽ എല്ലാവരും സംസം, നീ മാത്രം സംസമല്ല. അങ്ങനെ ടെസ്റ്റ് ചെയ്യണം. അതിനോട് ടെസ്റ്റ് ചെയ്യാം. സംസം എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? അത് ഹദീസിലുണ്ട്. മാവു സംസം അലിമാ ശരിബലഹു, സംസം വെള്ളം ഏത് ഉദ്ദേശം വെച്ച് കുടിച്ചോ അത് മുറാദ് ഹാസിലാവുന്നു ഹദീസിലുണ്ട്. അത് പേരോടത്തെ സക്കാഫി ക്ലാസ് എടുക്കുന്നത് ഞാൻ കേട്ടത്. അയാൾ എന്നെ പ്രസംഗത്തിനും പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അയാളെ ശിഷ്യൻ അജാബരത്തുള്ള സക്കാഫി, ഹസൻ സക്കാഫിന്റെ ഉമ്മാക്ക് ക്യാൻസർ രോഗമായിട്ട് അയാൾ കുറ്റിയാടിയിൽ നിന്ന് സംസം വെള്ളം എടുത്ത് മന്ത്രിച്ചിട്ട് ക്യാൻസർ മാറിപ്പോയി എന്നാണ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടത്. എന്റെ സീഡി ഉണ്ട്. അതുകൊണ്ട് എന്റെ ഉമ്മാക്കുണ്ട് ക്യാൻസർ. ഈ സംസമാണ് നിങ്ങൾ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെള്ളം കൊടുത്തിട്ട് ഉമ്മാന്റെ ക്യാൻസർ രോഗം മാറുന്നുണ്ടെങ്കിൽ സംസമാണ്, മാറുന്നില്ലെങ്കിൽ സംസമല്ല. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ടെസ്റ്റ് ചെയ്യാനും പറ്റൂല. അതുകൊണ്ട് ഹദീസ് ഇല്ല എന്നാ ഹദീസ് ഉണ്ട്. മറ്റേ ആളെ രോഗം മാറിയില്ല എന്നാ മാറുകയും ചെയ്തിട്ടുണ്ട്. ഇന്റുമ്മാന്റെ മാറിക്കൊള്ളുന്നില്ല. കാരണം ഇന്റെ മനസ്സ് അത്രയും പിടക്കാം. പിന്നെ ഇന്റുമ്മാന്റെ എങ്ങനെ മാറുക? ഇന്റെ ഒരു പിടക്കത്ര ചിലപ്പോൾ ഉമ്മാന്റെ രോഗത്തിന് കാരണമില്ലോ. അതുകൊണ്ട് അത് മാറിക്കൊള്ളണമെന്നില്ല. അത് മാറാത്തതുകൊണ്ട് ഇത് സംസമല്ലാതിരിക്കൂല. ഇപ്പൊ ഞാൻ പറഞ്ഞത് അതാ സാലിമാൻ പറയും, തജസ്സുസ് ചെയ്യാൻ പാടില്ല, അന്വേഷിക്കാൻ പാടില്ല. അത് അന്വേഷണം, നമീമത്തിന്റെ പേരിൽ ഒരു സംഗതി അന്വേഷിക്കാൻ പാടില്ല, ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, 6 കാര്യം വുജൂബായതിൽപ്പെട്ട ഒരു സംഗതിയാണ്, മോനെ നീ നിന്നെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് വേറൊരുത്തനോട് പറയാനും പാടില്ല. എങ്ങനെ? ഞാൻ പറഞ്ഞു ഉദാഹരണം തന്നെ പറയാം. തങ്ങൾ പേരോട് സാധനം പറ്റി ഇങ്ങനെ പറഞ്ഞു എന്നോടൊരുത്തൻ പറഞ്ഞാലേ ഞാൻ മെല്ലെ പറയാം, ഇതൊക്കെ കേൾക്കണോ? ഭാഷാജി എന്നോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറയാനും പാടില്ല. അങ്ങനെ ഞാൻ പറയാം ഞാനൊരു നമീമത്ത് തരണോ? ആശാജി പറയൂലട്ടോ. ഇതൊന്നും ഉദാഹരണം. ഇനിയിപ്പോ അതും ക്ലിപ്പാക്കണ്ടായിരിക്കും. പിന്നെ ഒട്ടാ ക്ലിപ്പാകുന്ന കാലം. അള്ളാഹു തആല ആശാജിക്ക് ഖൈറും ബർക്കത്തും ആഫിയത്തും അല്ലാഹ് കൊടുക്കട്ടെ. നമ്മുടെ ആറം മുഹമ്മദ് അലി ഹാജി മരിച്ചുപോയി. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഇവിടെ ചെറിയ കുട്ടിക്കാലത്തെ എനിക്ക് പരിചയമുള്ള 2 സുന്നികളാവുന്നു. ആറം മുഹമ്മദ് ഹാജി, ഒന്ന് നമ്മളെ ഭാഷാജി. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മനസ്സിലാക്കണം,
ഒരാൾ പറഞ്ഞു എന്ന് പറയാനും പാടില്ല. നമ്മൾ ഇന്നാൾ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു അങ്ങനെയും പറയാൻ പാടില്ല. അത് വസാലിമ പറയാം. അതല്ലേ മഹാനായ മൂസാ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് മഴ കിട്ടാൻ ദ്വാരുന്നു. മൂസാ നബി അലി ഇസ്ലാം ആ ദ്വാരക്കുന്ന ചില്ലറക്കാരനല്ല, ദ്വാരുന്നു. എല്ലാവരും ആമീൻ പറഞ്ഞു, മഴ കിട്ടിയില്ല. അങ്ങനെ മഴ കിട്ടാണ്ടായപ്പോൾ മൂസാ നബി ഇസ്ലാം അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ എത്ര ദ്വാരന് മഴയില്ലായിട്ട് എന്താ ദ്വാക്ക് ഉത്തരം കിട്ടാത്തത്? അള്ള പറഞ്ഞു, മൂസാ നബി നിങ്ങൾ ആമീൻ പറയുന്നവരുടെ കൂട്ടത്തിൽ ഒരു നമീമത്തുകാരനുണ്ട്. ഈ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു ചങ്ങാതി ആമീൻ പറയുന്നുള്ള കൂട്ടത്തിൽ. നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, അതുകൊണ്ടാണ് ദ്വാരക്ക് ഉത്തരം കിട്ടാത്തത്. അപ്പൊ മൂസാ നബി ഇസ്ലാം എന്നാ പിന്നെ ഓന്റെ പേരിങ് പറഞ്ഞാ ഓനെ പുറത്താക്കി കളിയാ? ഓന്റെ പേര് പറഞ്ഞാലും ഓനെ നമ്മളെ കൊണ്ടൊന്ന് പുറത്താക്കാലോ. എന്നാ ഓന്റെ പേരും പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാം. അപ്പൊ അള്ളാഹു ചോദിച്ചു, അന്നേരം ഞാനൊരു നമീമത്തുകാരനാവൂലേ? നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരുത്തരുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ മതി, ഇന്നാളാന്ന് പറഞ്ഞു തന്നാൽ അപ്പൊ എന്താ ഞാനൊരു നമീമത്തുകാരനാവൂലേ? അവിടെ ആയില്ല, നിങ്ങളെല്ലാവരും കൂടെ തോബ ചെയ്തടാ പറഞ്ഞു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ഇത് എല്ലാവരോടും നമ്മളെല്ലാവരും തോബ ചെയ്തു. എല്ലാവരും തോബ ചെയ്ത് പിന്നെ മഴയും കിട്ടി. അപ്പൊ നമ്മൾ അതും പറയാൻ പാടില്ല. ഇന്നാൾ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. നമ്മളൊരാളെ ഒരു നമീമത്തിലും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്. ഇപ്പൊ ഞാൻ വിശദമായി പറയുന്നില്ല. ഓരോ വിഷയത്തിലും നമുക്ക് ബസീറത്ത് വേണം, ബോധം വേണം. നമീമത്ത് എന്ന് പറയുന്നത് വലിയ സംഗതിയാണ്. അതിന്റെ ദോഷം മനസ്സിലാവില്ല, ആ രോഗം കൊണ്ടുള്ള വിഷമം മനസ്സിലാവില്ല. സുബ്ഹാനല്ലാഹ്. ഇർശാദുൽ ഇബാദിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ചരിത്രം പറഞ്ഞു. ഒരാള് അടിമ കച്ചവടം നടക്കുന്ന കാലത്ത് അടിമേനെ വാങ്ങാൻ വേണ്ടി അങ്ങാടി പോയി. അപ്പൊ ഒരു അടിമ നല്ല ആരോഗ്യമുണ്ട്, നല്ല ഭാഷ അറിയാൻ, എന്തിനു പറ്റിയ അടിമ, എന്ത് പണിയെടുക്കും. അപ്പൊ നമുക്ക് പൈസ വില ചോദിച്ചു നോക്കുമ്പോൾ നല്ല ആദായമുണ്ട്, ചെറിയ പൈസ ആകുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നു, എന്തോ ഒരു ദോഷമുണ്ട്. മോരെ കല്ല് വെക്കുന്ന ചെറിയ പൈസ കുപ്പിക്കല്ലാണോ സംശയവും. വലിയ വില പറഞ്ഞാ അത് വലിയ വിലേന്റെ കല്ലിൽ ഞാൻ തോന്നിച്ചു. അങ്ങനെ പലർക്കും പറ്റലുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ വില കുറഞ്ഞപ്പോ ഒരു സംശയമായി. എനിക്കെന്തോ തരാറുണ്ടോ? ഉണ്ട് തന്നെ. എന്താ തരാറ്? ഏശനി പറയുന്നതിന്, വേറെ ഒന്നുമില്ല. ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി വർത്താനം പറയുന്നു. അപ്പൊ ഇയാൾ വിചാരിച്ച അത് ഞാൻ വിശ്വസിക്കണ്ടെന്ന് വെച്ചാൽ പോരെ. അങ്ങനെ ചെറിയ വിലക്ക് വാങ്ങി വന്നു. പൊരക്കൊണ്ടോന്നാക്കി കുറച്ച് ദിവസം കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം എല്ലാം ഇയാൾ എന്ത് ചെയ്യുന്നറിയോ, ഭാര്യനോട് പറയാണ്, സംഗതി ഞാൻ പറഞ്ഞാൽ ആരും നേരാക്കൊന്നുമില്ല, കാരണം ഞാൻ ഏശനിക്കാരനാന്ന് നിന്നെ വാങ്ങുമെന്ന് തന്നെ പറഞ്ഞിനി. പെണ്ണുങ്ങൾ നേരാക്കൊന്നും വേണ്ട, പക്ഷെ എനിക്കൊരു സംഗതി തിരിഞ്ഞേ ഞാൻ പറട്ടെ. പെണ്ണുങ്ങളോട് പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളെ സംശയം ഉണ്ടോ തീരുന്നു. സുബ്ഹാന ജല്ല ജലാലു. പെണ്ണുങ്ങൾ എന്തായാലും പറയാതെ, നിങ്ങളെ ഭർത്താവിന് വേറൊരു സ്ത്രീയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്, നിങ്ങളെ ബേജാറൊന്നും വേണ്ടാന്ന് നീവേ. പെണ്ണുങ്ങളോട് ഇത് പറഞ്ഞാൽ പിന്നുണ്ടോ അവർക്ക് ഉറക്കം വരുന്നു. സ്ത്രീകൾക്ക് അങ്ങനെ വിഷമമുണ്ട്. തമാശയും കൂടി പറയാൻ പറ്റില്ല പെണ്ണുങ്ങളോ. അയ്യൊറ്റ കാര്യം പറയാം, എന്ത് തമാശയും പറയാം. വേറൊരു സ്ത്രീയായിട്ട് ചെറിയ രോഗം ഉണ്ടെന്ന് ഒരു തമാശ കേട്ടാ പെണ്ണ് ടെൻഷനായി, പിന്നെ അവർക്ക് ഒരിക്കലും മനസ്സമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു തമാശ ആരും പറയാൻ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇയാൾക്ക് ഇത് പറഞ്ഞതോടുകൂടി ഈ പെണ്ണിനാകെ ടെൻഷനായി. അപ്പൊ ഇവള് ബേജാറാകുന്നതുകൊണ്ട് ഇപ്പൊ ഇവൻ തന്നെ പേടിക്കൊന്നും വേണ്ട, അത് നമുക്ക് പെട്ടെന്ന് നിർത്തിച്ചാളിയാന്നാണ്. അങ്ങനെ വെച്ച് അതിന് നീ ഒരു കാര്യം ചെയ്താൽ മതി. ഉറങ്ങുന്ന സമയത്ത് 2 രോമം കയത്തുനിന്ന് എടുത്തു തന്നാൽ ഒരു പണിയെടുക്കാണ്ട്. ആ പണിയെടുത്താൽ പിന്നെ നിങ്ങളല്ലാത്ത ഒരൊറ്റ പെണ്ണുകളെ തിരിഞ്ഞു പോകൂല. അത് ഇന്ന് രാത്രി തന്നെ എടുത്തുതരാൻ ഇവൾ. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് രോമം എടുക്കാൻ വേണ്ടി ഭർത്താവിനോടുള്ള അങ്ങനത്തെ സ്നേഹമാണ്. അങ്ങനെ വിചാരിച്ചു ഇയാൾ എല്ലാം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഭർത്താവിന്റെ ഓഫീസിന്റെ അടുത്ത് പോയി, അല്ലെ പെരന്റെ അടുത്ത് പോയി, ഓഫീസ് കടന്റെ അടുത്ത് പോയി. ഇവനിങ്ങനെ തിരിഞ്ഞു കളിക്കുന്നത്, എന്താണ് നീ ഇവിടെ തിരിഞ്ഞു കളിക്കുന്നത്, എന്താ പ്രശ്നം? ഒന്നുമില്ല, ഞാൻ ഏശനിക്കാരനാണ്, അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല, അതുകൊണ്ട് ഇങ്ങോട്ട് വിശ്വസിക്കാൻ വേണ്ട അങ്ങോട്ട് പറയുന്നില്ല. അപ്പൊ അതൊന്നല്ല, പറ, എന്തായാലും പറ, വിശ്വസിക്കണ്ട, പറ, നോക്കട്ടെ എന്താന്ന് നോക്കട്ടെ. അത് ഞാൻ ഇതുവരെ സഹിച്ച്, നിങ്ങളെ ഭാര്യയ്ക്ക് വേറെ പലരുമായിട്ടും വന്നിട്ട്, പക്ഷെ ഞാൻ ഇതുവരെ അതെല്ലാം സഹിച്ച് അവസാന നിമിഷത്തിലെത്തിയപ്പോ ഞാൻ നിങ്ങളെ ഭക്ഷണം കഴിക്കല്ലേ, പിന്നെ ഒരു നന്ദികേടായി പോരെന്നുള്ള വിചാരിച്ച് പറയാൻ വിചാരിച്ച. എന്താണ്, നിങ്ങൾ ഇന്ന് ഉറങ്ങുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു കിടന്നോളി. ഇന്ന് രാത്രി നിങ്ങൾ കഴുത്തിറക്കാൻ ഭാര്യ പരിപാടി ഇട്ടിട്ടുണ്ട് മറ്റവനായിട്ട്, അത് ശ്രദ്ധിച്ച് കിടന്നോളി, ഞാൻ പറഞ്ഞ് നേരാക്കണ്ടെന്നാണ്. ഇയാൾ വിചാരിച്ച് ഇവനെ നമുക്ക് എന്നെയും ഭാര്യ ഇത്ര സ്നേഹത്തിന് ജീവിക്കുന്ന ഞങ്ങളെ തെറ്റിക്കാനുള്ള പരിപാടി, അതെന്തായാലും എന്റെ ഭാര്യ ചെയ്യൂല, പക്ഷെ എന്തായാലും ആരോഗ്യത്തിന് നല്ലതല്ലേ, കുറച്ച് ശ്രദ്ധിച്ച് കിടക്കാന്ന് ഇയാളും വിചാരിച്ചു. ഉറങ്ങാൻ കിടക്കുമ്പോ ഉറങ്ങും പോലെ ഇങ്ങനെ കിടന്ന് ഇയാള് ഭാര്യ കുറെ കാത്തു നിന്ന് ഏകദേശം ഉറങ്ങി തോന്നിയപ്പോ ഇവള് മെല്ലെ തലാണീന്റെ ഉള്ളിൽ കത്തി കെടുത്ത്, കാരണം ഇവക്കൊരു പണിയെടുക്കാൻ വേണ്ടി 2 രോമം കിട്ടണ്ടേ കഴുത്തുനിന്ന്, രോമം എടുക്കാൻ വേണ്ടി കഴുത്തിൽ കാറ്റി അങ്ങ് വെക്കുമ്പോ ഇയാൾ എഴുന്നേറ്റ് കത്തി കൊണ്ട് പിടിച്ച് കുത്തി ഭാര്യനെ കൊന്നാളി. ഭാര്യനെ കൊന്ന വിവരം ഭാര്യ വീട്ടുകാരറിഞ്ഞപ്പോ പിറ്റേന്ന് വന്ന് ഇയാളെ പകരം കൊന്ന്. അങ്ങനെ ആ കുടുംബത്തിൽ കുറെ കൊലകൾ നടന്നു. എത്ര ഭംഗിയിലാവും പരിപാടി ഒപ്പിച്ച്. ഇത് നേരല്ലാന്ന് ആർക്കെങ്കിലും തോന്നുമോ? ഈ പറഞ്ഞ നേരല്ലാന്ന് ആർക്കെങ്കിലും തോന്നുമോ? ആ രൂപത്തിൽ അതാണ് ഏഷണിക്കാരന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഏഷ, അതാ ഖുർആനിലാത്തു തുഹിക്കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമാസിൻ മശായിൻ ബിനമീം,
പരസ്പരം തെറ്റിക്കാൻ വേണ്ടി ഫസാദിന്റെ വാക്ക് പറയുന്ന കക്ഷികൾ, അവര് ചിലപ്പോ സത്യം ചെയ്ത് പറയും ഞാൻ പറയുന്നത് നേരാണ് എന്ന്. നിങ്ങൾ അനുസരിച്ചു പോകല്ലേ, വഴിപ്പെട്ടു പോകല്ലേ. പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഒരേ ശനിയും ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യനും വിശ്വസിക്കാൻ പാടില്ല. വളരെ നന്നായി മനസ്സിലാക്കണം. നമ്മളോ ചതിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി ആരും ശുപാർശ പറയാനും പാടില്ല. ലാ തകുൻ ഖായിലീന ഖസീമാ. ഇൻഷാ അല്ലാഹ് അത് വിശദമായി ഞാൻ 4-ാം തീയതി അല്ലാഹു തൗഫീഖ് ചെയ്താൽ പറയാം. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. SOSന്റെ പ്രവർത്തകരോട്, SSFന്റെ പ്രവർത്തകരോട്, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളോട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ നേതൃത്വം പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാര് എന്ത് തീരുമാനമെടുത്താലും അവർക്ക് തീരുമാനിക്കാൻ അറിയാം. അവര് വിശ്വസ്തരായ പണ്ഡിതന്മാരാണ്, വിശ്വസ്തരായ നേതാക്കളാണ് എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് പണ്ഡിതന്മാര് ഏത് റൂട്ടിലൂടെ നമ്മെ നയിക്കുന്നുണ്ടോ ആ റൂട്ടിലൂടെ മുന്നോട്ട് നീങ്ങണം. അവിടെ ഒരു ഇഞ്ച് പോലും തെറ്റിപ്പോകാൻ പാടില്ല, ഒരു ഇഞ്ച് പോലും സംശയിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും ഇല്ലാത്തവരും തുല്യമാണോ? ചോദിക്കൂ നബിയേ. ഒരിക്കലും വിവരമുള്ളവരും ഇല്ലാത്തവരും തുല്യമല്ല. അപ്പൊ വിവരമുള്ള ആലിമീങ്ങളെ പിന്തുടർന്ന് നമ്മൾ ജീവിക്കണം. അവരൊരു തീരുമാനം പറയുമ്പോൾ പഠിച്ചിട്ടേ പറയൂ, ചർച്ച ചെയ്തിട്ടേ പറയൂ, വസ്തുത ബോധ്യപ്പെട്ടിട്ടേ പറയൂ. അല്ലാതെ അലിമിയാം അവരുടെ വാക്കുകളും പ്രവൃത്തികളും അവരുടെ എല്ലാ ഫത്വകളും തീരുമാനങ്ങളും റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അറിയാത്തവരല്ല അലിമീങ്ങൾ. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ചോദ്യം ചെയ്യപ്പെടാത്തവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. മറ്റുള്ളവരെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് റബ്ബിന്റെ കോടതിയിൽ. ആ കോടതിയിൽ വക്കീലിനെ വെച്ച് രക്ഷപ്പെടാൻ കഴിയൂല. ആ കോടതിയിൽ കൈക്കൂലി നടക്കൂല. ജഡ്ജിയായ അതേ രാജാവായ റബ്ബ് അറിയാത്തതൊന്നും ഇല്ല. അവന്റെ മലക്കുകൾ റിക്കാർഡാക്കാത്തത് ഒന്നുമില്ല. അതുകൊണ്ടാണ് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോട് നടത്തിയ 100 കണക്കിന് ഉപദേശങ്ങൾ. ഞാനത് സൂറത്തുൽ ലുഖ്മാൻ 12 ദിവസം പ്രസംഗിച്ചു. അതിൽ കുറെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ലുഖ്മാൻ ഹക്കീം മരിക്കാൻ നോക്കുമ്പോ മകനോട് പറഞ്ഞ വസിയത്താണ്, മോനെ നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവും മലക്കുകളും കാണാത്ത സ്ഥലത്തു നിന്നല്ലാതെ നീയൊരു തെറ്റും ചെയ്യരുതേ മോനെ. അല്ല കാണാത്ത സ്ഥലത്ത് വെച്ച്, മലക്കുകൾ കാണാത്ത സ്ഥലത്ത് വെച്ചല്ലാതെ നീയൊരു തെറ്റും ചെയ്യരുതേ മോനെ. അഥവാ അങ്ങനെ ഒരു സ്ഥലം ആകാശത്തില്ല, അങ്ങനെ ഒരു സ്ഥലം ഭൂമിയിലില്ല, അള്ളയും മലക്കുകളും കാണാത്ത സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ നീ ആരറിയില്ലെന്ന് നീ ധരിച്ചാലും അല്ലാഹു അറിയാതിരിക്കില്ല. ഈ ബോധം നമ്മളെ നിയന്ത്രിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയൂ. അല്ലാഹു ജല്ല ജലാലുഹു ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ മറവ് ചെയ്യപ്പെട്ട സാദാത്തുക്കളോട് കൂടെ ഈ കോഴിക്കോട് ഈ പട്ടണത്തിൽ മറവ് ചെയ്യപ്പെട്ട ഖാദി മുഹമ്മദ് റഹ്മത്ത്
റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളടക്കമുള്ള എത്രയോ ഔലിയാക്കളുണ്ട്, സാലിഹീങ്ങളുണ്ട്. ആ മഹാന്മാരുടെ കൂടെ നമ്മെ എല്ലാവരെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് വിട്ടട്ടെ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. സുന്നത്തായ നിസ്കാരങ്ങളും വിക്റുകളും സലാത്തുകളും ഒക്കെ വർദ്ധിപ്പിക്കണം. നമ്മൾ നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം. കഴിവനുസരിച്ച് കഴിവുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം. സയ്യിദന്മാരെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ആദരിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, കുട്ടികളോട് കാരുണ്യം വേണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. നമ്മൾ ഒരിക്കലും തന്നെ പക്ഷപാതികളാകരുത്. ഹക്കെവിടെയാണോ ആ ഹക്കിന്റെ പിന്നാലെ നീങ്ങണം. നമുക്കറിയാത്തതറിവുള്ളവരോട് ചോദിച്ച് ഗ്രഹിക്കണം. നമ്മുടെ നേതാക്കളെ നമ്മൾ വിശ്വസിക്കണം, നമ്മളെ അനുയായികളെ നമ്മൾ സ്നേഹിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും എങ്ങനെയാണോ ജീവിച്ചു വന്നത് അതേ നിലക്കുള്ള ജീവിതം നയിക്കണം. അവിടെയാണ് സുന്നത്ത് ജമാഅത്ത്, അവിടെയാണ് നമ്മളെ മുൻഗാമികളുടെ വിജയം. അല്ലാഹു അവരെ പിന്തുടർന്ന് ജീവിച്ച് മരിക്കുന്ന സാലിഹീങ്ങളിൽ നമ്മെയും നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും അവന്റെ മഹദായ ഫദ്ല് കൊണ്ട് ഉൾപ്പെടുത്തി തരട്ടെ. ഇവിടെ മറവ് ചെയ്യപ്പെട്ട സയ്യിദന്മാരെ പേരിലും എന്റെ വന്യരായ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദ് വഫാത്തായത് ദുൽഖഅദിലാണ്. എനിക്ക് ദലായിലുൽ ഖൈറാത്ത് സലാത്തിന്റെ ഇജാസത്ത് എന്ന കക്കുടിപ്പുറം ഉസ്താദിന്റെ വഫാത്തും ദുൽഖഅദിലാണ്. അങ്ങനെ പല പല മഹാന്മാരുടെയും വഫാത്ത് നടന്ന മാസമാണ്. എല്ലാവരുടെ പേരിലും എന്റെ ബാപ്പയും മരണപ്പെട്ടത് ദുൽഖഅദ് അവസാനത്തെ ദിവസമാണ്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനേ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഇവിടെ മറവ് ചെയ്യപ്പെട്ട സാദാത്തുക്കളോട് കൂടെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. എല്ലാവരെ പേരിലും ഒരു ഫാത്തിഹയും സൂറത്തും ഓതി സലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. എല്ലാവരും എഴുന്നേൽക്കണം. ഇവിടെ ഈ ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ച് വെള്ളം തരാനല്ല, ഞങ്ങളവർക്ക് സംഭാവന അയച്ചു കൊടുക്കാനാണ്. നല്ല സംഭാവന എല്ലാവരും തരണം. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു തആല കബൂൽ ചെയ്യപ്പെട്ട അമലാകട്ടെ. എന്താണ് ഇതെന്താണ് വീഴ്ച കുറെ ആളുകൾക്ക് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും ദ്വാരക്ക. എല്ലാവരും ഓതണം ഫാത്തിഹയും സൂറത്തും ഇലാ ഹദറത്തുൻ നബി സയ്യിദുനാ മുഹമ്മദിൻ